ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പാലും പഞ്ചസാരയൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ കോക്കനട്ട് ചോക്ലേറ്റ് അല്ലെങ്കിൽ ബൗണ്ടി ബാർ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ച് കണ്ടൻസ്ഡ് മിൽക്കൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് ഫുൾ ക്രീം പാലാണ് ഒഴിക്കുന്നത്. ഫുൾ ക്രീം പാലാവുമ്പോൾ അതിൽ ഫാറ്റ് കണ്ടൻറ്റ് കുറച്ച് കൂടുതലുണ്ടായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതല്ലാതെ സാധാരണ ടോൺഡ് മിൽക്കാണ്, സാധാരണ പാക്കറ്റ് പാലാണെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. ചായക്കൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ പാൽ തന്നെ ഉപയോഗിച്ചാൽ മതി. ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ, ഫ്ലെയിം കുറച്ച് വെക്കരുത്. ഇതിന് പ്രത്യേകിച്ച് അളവ് കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള സാധാരണ ചായ കപ്പോ ഗ്ലാസ്സോ ഏത് ഉപയോഗിച്ചിട്ടും ഇത് ഉണ്ടാക്കാം. ബാക്കി എല്ലാ അളവും ആ സെയിം കപ്പിൽ തന്നെ എടുത്താൽ മതി. അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിലേക്ക് ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ പാലെടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ പകുതി പഞ്ചസാര എടുത്താൽ മതി. ഇനി പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1.5 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്കിങ്ങനെ പാക്കറ്റിൽ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതായത് ഉണങ്ങിയ നാളികേരത്തിൻ്റെ ഈ പൊടി. ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള നാളികേരം എടുത്തിട്ട് അതിൻ്റെ ആ പുറത്തെ ആ ബ്രൗൺ തൊലിയൊക്കെ ചുരണ്ടി കളഞ്ഞിട്ട് അത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചതിൻ്റെ ശേഷം നന്നായിട്ട് വറുത്തെടുക്കുക. അതിനുശേഷം ഇത് വീണ്ടും ഒന്നും കൂടി മിക്സിയിലിട്ടിട്ട് ഫൈൻ പൗഡറാക്കി എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഹൈയിലാണ് വെച്ചിരിക്കുന്നത്. ഒട്ടും കുറയ്ക്കരുത്. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇത് വറ്റിച്ചെടുക്കണം. നല്ല ഡ്രൈ ആക്കിയിട്ട് തന്നെ എടുക്കണം. കാരണം ഇത് വേവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. ഇതാ ഒരുവിധം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ബട്ടറാണ് ചേർക്കുന്നത്. ഇപ്പോൾ ബട്ടറും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇതിന്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു വലിയൊരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചാലും മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്നും കൂടി ഞാനിപ്പോൾ ഇത് ഫ്ലെയിം ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ. ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കാം. നിങ്ങളിത് അൺസാൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. സാൾട്ടഡ് ബട്ടറാണെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കണം. നമുക്ക് ഇങ്ങനെ റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതാ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇതേപോലെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10-12 എണ്ണം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിനൊരു 15 മിനിറ്റ് ഫ്രീസറിൽ ഒന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ അത് നന്നായിട്ട് തണുത്ത് വരുന്ന സമയം കൊണ്ട് മിൽക്ക് കോമ്പൗണ്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 125 ഗ്രാം മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിലൊരു ഗ്ലാസ് ബൗളാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഉരുക്കിയെടുത്താൽ മതി. അത് നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഈ കോക്കനട്ട് ബാർ ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ അധികം ചൂടുണ്ടാവരുത്, തീരെ തണുക്കുവരുത് കേട്ടോ. വല്ലാതെ തണുത്ത് പോയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇതിൻ്റെ മീതെ ശരിക്കും പിടിക്കില്ല. വല്ലാതെ ചൂടായി കഴിഞ്ഞാലും ഇതിൽ ഡിപ്പ് ചെയ്യാൻ പാടില്ല. ചെറിയൊരു ചൂടുണ്ടായിരിക്കണം. ഇപ്പോൾ ഇതൊരു ലൈറ്റായിട്ട് ചൂടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഓരോന്ന് എടുത്തിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഡിപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വയ്ക്കുക. ഇനി ഇത് ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നൈഫ് കൊണ്ടോ ചെറുതായിട്ട് ഒന്ന് ഇതിൻ്റെ മീതെ തൊട്ട് കൊടുക്കുക. എന്തെങ്കിലും ഒരു അടയാളം പോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക, ഒരു ഡിസൈൻ പോലെ. ഇത് വേണമെന്നൊന്നുമില്ല. ഇതിനൊരു 10 മിനിറ്റ് ഫ്രീസറിലൊന്ന് വെക്കാം. അപ്പോഴേക്കും ഇത് റെഡിയാവും. ഇപ്പോൾ ഇതാ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് കൂടുതൽ ഇങ്ങനെ ആ ചോക്ലേറ്റൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കത്തി കൊണ്ടൊന്ന് ചുരുണ്ടി എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ രുചിയിലുള്ള ബൗണ്ടി ബാർ തന്നെയാണ്. അല്ലെങ്കിൽ
കോക്കനട്ട് ചോക്ലേറ്റാണ്. നല്ല ടേസ്റ്റാണത്. അപ്പോൾ ഈ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. കണ്ടൻസ്ഡ് മിൽക്കൊന്നും വേണ്ട. അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഉൾഭാഗം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.